ഞാൻ എന്താ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നെ? എന്താന്ന്? തല പോയാലും കള്ളം പറയരുതെന്ന്. എന്നിട്ട് എന്താടി നീ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നെ? പറയാൻ നീ എന്താ ഇപ്പൊ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്? മോളെ, അവൾ ഇനി ചെയ്യില്ല അങ്ങനെയൊന്നും. അമ്മ എന്തിനാ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നേ? അമ്മ കണ്ടതല്ലേ, എന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടവരുടെ മുന്നിൽ ഞാൻ ഇന്ന് തല താഴ്ത്തി നിന്നു. ആര് കാരണ? ദേ, എന്റെ പുന്നാര മോള് കാരണം. പോട്ടെ, ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടികൾ കാണിക്കുന്ന പണിയാണോ അമ്മ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? പപ്പി മോൾ ഇവിടെ എപ്പ വന്നതാ? എന്നിട്ട് എന്നോട് പറയാറുന്നില്ലേ? പോട്ടെ, ഇവക്ക് അമ്മയോട് പറയാറുന്നില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടിയത്? അവളുടെ ഹോംവർക്ക്, പഠിത്തം, രണ്ടുപേർക്കും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോഷകാഹാരം. അമ്മയുടെ ശത്രുക്കൾക്ക് പറയാനും പറഞ്ഞു ചിരിക്കാനും വേണ്ടി കാരണം നീയായിട്ട് ഉണ്ടാക്കിയല്ലോ. പോട്ടെ, സത്യമോക്കൊരു തെറ്റുപറ്റി. പപ്പിമോൾ ഇവിടെ വന്ന കാര്യം നമ്മളോട് ആരോടെങ്കിലും പറയേണ്ടതായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ നാട് മുഴുവൻ അവര് പപ്പിമോളെ തിരക്കി നടക്കുമല്ലായിരുന്നോ? അതിന്റെ ദേഷ്യ സത്യാമ്മയ്ക്ക്. അതെ, ഇടയ്ക്ക് അവരിങ്ങനെ ഓടുന്ന നല്ലതാ. ആ മനസ്സിലെ കുശുമ്പും കുന്നായ്മയൊന്നും മാറി കിട്ടും. കുട്ടികൾക്കൊരു അബദ്ധം പറ്റി, നമുക്കല്ലേ ക്ഷമിക്കാൻ പറ്റൂ. അങ്ങ് ക്ഷമിക്കുമോളെ. ശരിയാ, പറയും പോലെ ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? എന്നെ തല്ലാനുള്ള വഴി ഞാൻ തന്നെയാണല്ലോ ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. സഹിക്കുക തന്നെ. അമ്മേ, സോറി അമ്മേ. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തില്ല. കാർത്തിക് ആന്റിന്റെയും ബിഗ് ഫ്രണ്ടിന്റെയും കല്യാണം മുടക്കാനായിട്ട് പപ്പി എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. കല്യാണം നടക്കാൻ പോകുന്ന വീട്ടിൽ നിന്നൊരു കുട്ടിയെ കാണാതാവുമ്പോ കല്യാണം നടക്കില്ലല്ലോ. അതാ ആരോടും പറയാതിരുന്നത്. അത് ഇത്രയും കുഴപ്പമാവുമെന്ന് ഞാൻ ഓർത്തില്ല അമ്മേ. സോറി അമ്മേ. അവള് പറയുന്നത് കേട്ടില്ലേ? കുറച്ചു മുമ്പ് സത്യമോൾ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടി നീ പറഞ്ഞല്ലോ. സത്യമോളും പപ്പിമോളും കൂടി ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് ആർക്ക് വേണ്ടിയിട്ടാ? നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കല്യാണം മുടക്കാൻ തോന്നിയതേ അത് ദൈവനിശ്ചയ. അച്ഛനും അമ്മയും മക്കളും ഒന്നിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ആർക്കെങ്കിലും അതിനെതിരെ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കുട്ടികളുടെ മനസ്സിൽ കളങ്കം ഇല്ല മോളെ. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. അതേ നടക്കൂ. ശാലിനി, ശാരദാമ്മേ, ഞങ്ങളെ കല്യാണം മുടക്കുന്നത് എങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാവുന്നത്? പറ ശാരദാമ്മേ, എങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയാവുന്നേ? പറഞ്ഞു കൊടുക്ക് ശാരദ എങ്ങനെയാണെന്ന്. അത് മോളെ, ശാരദാമ്മ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. മോള് വന്നേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ.
പപ്പി പുറത്തേക്ക് ഇറങ്ങ്. ഇല്ല, ഞാൻ ഇറങ്ങൂല. എന്നെ തിരിച്ചു കൊണ്ടുപോയാക്ക്. എടി ഇറങ്ങ. ഇറങ്ങാൻ നിന്നോടല്ലേ പറഞ്ഞത്? ഇല്ല, ഇറങ്ങൂല. എടി ഇറങ്ങാൻ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് എന്നെ എടി, ഇറങ്ങാൻ. ഇങ്ങോട്ട് വാ പപ്പി. വിട്. എടി ഇറങ്ങാൻ. പപ്പി ഇങ്ങോട്ട് വരാൻ നിന്നോട്. എന്നെ വിടാൻ പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വാ പപ്പി. എടി ഇറങ്ങാൻ. വിട്. അയ്യോ, മോളെ. മോളെ പപ്പി എഴുന്നേക്ക്. ദേ നിന്റെ വേഷം കെട്ടലൊക്കെ അവിടെ മതി, എന്റെ അടുത്ത് വേണ്ട. വിളിച്ചോണ്ട് പോടി ഇതിനെ. സത്യമേ, സാമർത്ഥ്യം കാണിച്ച് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ നിറയിക്കോളും. അതെങ്ങനെയാ? ഈ തള്ളയുടെ മോളല്ലേ? ഇതും ഇതിലപ്പുറം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സത്യമേ, ദേവി ഇത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പപ്പി ഒരു കുട്ടിയല്ലേ, അവളുടെ കൊച്ചു ബുദ്ധിയില്. കൊച്ചു ബുദ്ധിയോ? ഇവളുടേത് കൊച്ചു ബുദ്ധിയല്ലടാ, ആന ബുദ്ധി, കാട്ടാന ബുദ്ധി. എന്താ ഇവിടെ ചെയ്തു കുട്ടിയെന്ന് അറിഞ്ഞാലേ നിനക്കൊക്കെ മനസ്സിലാവും. അതൊന്നും ഇനി വിശദീകരിക്കണമെന്നില്ല. കുടുംബശ്രീയിൽ നിന്ന് വിളിച്ച് ശ്യാമ വഴി ഞങ്ങളെല്ലാം അറിഞ്ഞു. ഓ, ഇനി കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് പേടിച്ചാ ഞങ്ങളെല്ലാം ഇവിടെ കാത്തു നിന്നത്. വിശ്വചന മോളിങ്ങ നോക്ക്, കരയല്ലേ, വിശ്വച്ചം കൊണ്ടുപോവാ. പോവാം. സാരമില്ല സാർ. കരയണ്ട, സമാധാനപ്പെട്. ഓക്കെ, മുകളിലോട്ട് പോ. ആ മോളെ. നിക്ക്. ഇനിയെങ്കിലും നിന്റെ മനസ്സൊന്ന് മാറ്റിക്കൂടെ ഭാമേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ നേര് സ്ഥിരമാക്കാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ഇപ്പോഴിവൾ അവന്റെ ഭാര്യയാണെന്നുള്ളത് പകുതി രഹസ്യമാ. എനിക്ക് 10 ആളുടെ മുമ്പിൽ അത് പരസ്യമാക്കണം, അത്രേ ഉള്ളൂ ഉദ്ദേശം. അത് പൂർത്തിയാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. തടയാൻ പറ്റില്ലൊരു കുഞ്ഞിന്. അത് സത്യഭാമയുടെ തീരുമാനമാണ്, സത്യഭാമയുടെ മാത്രം തീരുമാനം. അത് പൂർത്തിയാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. തടയാൻ പറ്റില്ലൊരു കുഞ്ഞിന്. അത് സത്യഭാമയുടെ തീരുമാനമാണ്, സത്യഭാമയുടെ മാത്രം തീരുമാനം. ആ മോളെ. നിക്ക്. നീ പറഞ്ഞില്ലേ താലിക്കൊരു നേരുണ്ടെന്ന്? അപ്പോ
വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയോ? അതിനെക്കുറിച്ച് നീ എന്താ മറന്നുപോയത്? മറന്നുപോയതല്ല, മനഃപൂർവ്വം ഓർക്കാത്തതാ. രാഘവേട്ടന് ഓർമ്മ കാണും, വിഷ്ണുവിന്റെയും ശാലിനിയുടെയും വിവാഹ ജീവിതത്തിൽ ഒരു 5-6 വർഷത്തെ ഇരുണ്ട സമയമുണ്ട്. അവള് സ്വന്തം ഭർത്താവിനോടും നമ്മളോടും ആരോടും പറയാതെ നടത്തിയ അജ്ഞാതവാസകാലം. അന്ന് അവളത് ചെയ്തതേ അവൻ അവൾക്ക് ചാർത്തിയ താലിമാല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് അവൾക്ക് കിട്ടിയ സമ്മാനമാ സത്യ എന്ന ആ പെൺകുട്ടി. അല്ല, അതിനെക്കുറിച്ച് രാഘവേട്ടൻ എന്ത് പറയാനുണ്ട്? ഇനി ശാലിനി ഒരിക്കലും എനിക്ക് മരുമകളാകില്ല. വെറും ഒരു പരിചയക്കാരി മാത്രം. ഇനി ദേ ഇവളാണ് എന്റെ മരുമകൾ, ഇവളും മാത്രം. വാ മോളെ, വാ. അയ്യേ, നല്ല കുട്ടികൾക്ക് അറിയോ? പപ്പിക്കുട്ടി തൽക്കാലം ഇപ്പൊ ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരിക്കോ? കരയണ്ട, നോക്ക് വിഷ്ണു വെച്ച് പോരാ. ഇതെന്താ നോക്കി? പപ്പിക്കുട്ടിക്ക് തരാൻ വേണ്ടി വിഷ്ണു അച്ഛൻ വാങ്ങിച്ചു വെച്ചതാ. എന്താ ചിരി? ആ, ഇനി ആദ്യം എന്റെ പപ്പിക്കുട്ടി ഇത്തിരി വെള്ളം കുടിച്ചേ, എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം. എനിക്ക് വേണ്ട. ഓ, അത് വേണം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കരഞ്ഞ് തൊണ്ട വരണ്ടല്ലേ, അത് ശരിയാവില്ല. പിടി, നല്ല കുട്ടിയല്ലേ? കുറച്ചുകൂടി കൂടി കളി. പപ്പിക്കുട്ടിയോട് ആരാ പറഞ്ഞ വീട് വിട്ടിറങ്ങി പോവാൻ? ആരും പറഞ്ഞില്ല, ഞാൻ സ്വയം പോയതാ. എനിക്ക് ഇഷ്ടമല്ല വിഷ്ണു അച്ഛൻ ആ ആന്റിയെ കല്യാണം കഴിക്കുന്നത്. അത് മനസ്സിലായി. പക്ഷെ ഇഷ്ടമല്ലാത്തന്റെ കാരണം വിഷ്ണു അച്ഛൻ ചോദിക്കണേ. അവൻ ചീത്തയാ. വിഷ്ണു അച്ഛന് ചേരുന്നത് ചേച്ചിയമ്മയാ. വിഷ്ണു അച്ഛൻ ചേച്ചിയമ്മയെ കല്യാണം കഴിച്ചാ മതി. പക്ഷെ നമ്മുടെ സത്യമ്മ സമ്മതിക്കുന്നില്ലല്ലോ മോളെ. സത്യമ്മയ്ക്ക് ഇഷ്ടം വിഷ്ണു അച്ഛൻ ആ കാർത്തികയെ കല്യാണം കഴിക്കുന്നതാ. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക സത്യമ്മ. അത് മുടങ്ങണം. അതിനുവേണ്ടിയാ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അത് മനസ്സിലായി. പക്ഷെ കുട്ടികൾ ഇതുപോലത്തെ സാഹസങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അത് അപകടല്ലേ? വിഷ്ണു അച്ഛൻ പപ്പിക്കുട്ടീനെ കാണാതെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ വല്ലതും? എന്നാ വിഷ്ണു അച്ഛൻ പറ, എങ്ങനെ ഈ കല്യാണം മുടക്കാൻ പറ്റും? അറിയില്ല. കാർത്തികയെ വിഷ്ണു അച്ഛൻ തന്നെ വിളിച്ചോണ്ട് വന്ന അവളെ സഹായിക്കാൻ. അത് പക്ഷെ ഇങ്ങനെയൊന്നാവെന്ന് കരുതിയതല്ല. വീട്ടുകാർക്ക് അറിയായിരുന്നോ ഹർഷനായിട്ടുള്ള ബന്ധം? അറിയാമായിരുന്നു. പക്ഷെ ആ ബന്ധം നടത്തില്ലെന്ന് അവർക്കെന്തോ വാശിയുള്ളതുപോലെ. അപ്പൊ 2 ആഴ്ച തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ഇടം കിട്ടിയ ഇയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അല്ല, ഇയാളുടെ കൂട്ടുകാരികളുടെ ആരെങ്കിലും വീട്ടില്? അച്ഛന് എന്റെ കൂട്ടുകാരികളെ എല്ലാം അറിയാം. അച്ഛനറിയാവുന്ന ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ എന്നെ തൂക്കും. അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഞാനത് മറന്നു. പക്ഷെ എവിടെ, എങ്ങനെയാ അതൊന്ന് കണ്ടുപിടിക്കുന്നത്? വിഷ്ണു
വിഷ്ണുച്ച ഒന്നും പറഞ്ഞില്ലല്ലോ. പറയില്ലല്ല മോളെ. ഇനി വേണ്ടത് പ്രവർത്തിക്കില്ല. അതിന് നമുക്കൊരാളുടെ സഹായം കൂടി വേണ്ടിവരും. ഒരേ ഒരാളുടെ സഹായം. നോക്കാം നമുക്ക്. എനിക്ക് ഓഫീസിൽ പോയിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് വരാം. സമാധാനമായിട്ടൊരു കാര്യം പറഞ്ഞ് ധരിപ്പിക്കാനുണ്ടായിരുന്നു. ഓഫീസിൽ പോകാനുണ്ട്, അത്യാവശ്യമുണ്ട്. പക്ഷേ വിഷ്ണുവേട്ടനെക്കാളും അത്യാവശ്യം അത് മറ്റൊന്നിനുമില്ല. ഒരു രാത്രി എന്തോ പറയാൻ വന്നിട്ട് ഒന്നും പറയാതെ പോയതല്ലേ. സാഹചര്യം. അന്ന് തൻ്റെ അച്ഛൻ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിടിഞ്ഞു പോയി. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ നടന്നത് പപ്പിയായിട്ടുള്ള പ്രശ്നങ്ങളാ. അതെന്താണെന്ന് തനിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളാ. ആയിക്കോട്ടെ, എങ്കിലിനി എനിക്കറിയാത്ത കാര്യം പറയേ. ആ രാത്രി കാർത്തിക എന്ന വിഷ്ണുവേട്ടന്റെ നവവധുവിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അപ്പോഴാ അച്ഛൻ വന്നതും ഇടപെട്ടതും. അറിയാം. പറയാനുള്ളത് കാർത്തിക ഒരു നവവധു തന്നെയാണെന്നാണ്. പക്ഷെ അത് ഈ നിൽക്കുന്ന വിഷ്ണുവിന്റെ അല്ല, മറ്റൊരാളുടേതാണെന്ന് മാത്രം. ആ മറ്റൊരാളുടെ പേര് ജയശങ്കർ. അത് ഞാൻ അറിഞ്ഞ കഥയാ. കാർത്തികയ്ക്ക് ഒരു കാമുകനുണ്ട്, ഹർഷൻ. അതാണ് കാർത്തികയുടെ കഥയുടെ സെക്കൻഡ് പാർട്ട്. അത് ഞാൻ അറിഞ്ഞ കഥയാ. ഞാൻ ചെയ്യുന്ന പണി ഒരു LD ക്ലർക്കിൻ്റെതല്ല വിഷ്ണുവേട്ട. ലാപ്ടോപ്പിൽ പതിയുന്ന ഒരു വിരൽ തുമ്പിലോ മൊബൈൽ ഫോണിൽ സ്പർശിക്കുന്ന ഒരു ഫോൺ നമ്പറിലോ വിവരങ്ങൾ എന്റെ ചെവിയിലെത്തും. നന്നായി. ഒരുപാട് പറയാൻ എനിക്കിനി മെനക്കെടണ്ടെന്നുള്ള സൗകര്യമായല്ലോ. പക്ഷെ ലാപ്ടോപ്പിനും മൊബൈൽ ഫോണുകൾക്കും കടന്നു ചെല്ലാനാവാത്തൊരു സ്ഥലമുണ്ട് ഇന്ന് ഈ ലോകത്ത്. മനുഷ്യന്റെ മനസ്സിൽ. അവിടെയുള്ളത് അവനവൻ പറഞ്ഞാലേ ജില്ലാ കളക്ടറായാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ. എന്താ അങ്ങനെയല്ല എന്നുള്ള തർക്കമുണ്ടോ തനിക്ക്? ഇല്ല. മനസ്സിലുള്ളത് മാനത്ത് കാണുമെന്നൊക്കെ പറയുന്നത് പഴഞ്ചൊല്ല. എപ്പോഴും എല്ലാവർക്കും അതിന് കഴിയണമെന്നില്ല, പ്രത്യേകിച്ചും എനിക്ക്. വിഷ്ണുവേട്ടൻ പറ, കാർത്തികയും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം വിഷ്ണുവേട്ടനിൽ നിന്ന് തന്നെ എനിക്കതറിയണം. പറയാം.
തനിക്ക് ഓർമ്മ കാണും, മധുശ്രീയായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോയ ദിവസം താനും ശാരദാമ്മയും കൂടെ അന്ന് അവിടെ വന്നിരുന്നു ആ കല്യാണം തടയാൻ.